പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെട്രോ മൂവി കണ്ടു കഴിഞ്ഞു. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത് സൂര്യ നായകനായി അഭിനയിച്ചിരിക്കുന്ന മൂവിയാണ്. സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. എവിടേക്കോ കുറച്ച് ഹൈ മൊമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ബാക്കി നോക്കുകയാണെങ്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് പിന്നുള്ളതൊക്കെ. ഈ ഹൈ മൊമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പലപ്പോഴും സിനിമ ഇനി അങ്ങോട്ട് കയറി പോകും, എന്തൊക്കെയോ നല്ല രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നിരാശപ്പെടുത്തുകയാണ്. അതിനേക്കാൾ എത്ര ഹൈ ആകുന്നു അതിന് 10 ഇരട്ടി എന്ന് പറയുന്ന പോലെ വളരെ വീക്കായി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇതിൽ ഏറ്റവും സഹതാപം തോന്നിയിട്ടുള്ള കാര്യം ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ഈ ക്ലൈമാക്സ് കണ്ടിട്ട് പ്രേക്ഷകർ ഓഡിയൻസിൽ ചിരിക്കുകയാണ്. ചിരി എന്ന് വെച്ചാൽ തമാശയല്ല, ഓഡിയൻസ് ഇരുന്നിട്ട് പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഈ സൂര്യ എന്ന് പറയുന്ന ആക്ടർ, പുള്ളിക്കാരന് വല്ല വഴിപാടോ നേർച്ചയൊക്കെ ഉണ്ടോ ഈ വർഷം ഇതുപോലുള്ള ഒരു തട്ടുപൊളിപ്പൻ സിനിമ ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ തന്റെ ഇമേജ് കളഞ്ഞു കുളിക്കുക എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അത് എന്റെ മിസ്റ്റേക്ക് അല്ല. പുള്ളിക്കാരന് കങ്കുവ സിനിമ കഴിഞ്ഞിട്ട് ഈ സിനിമ വന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് കംബാക്ക് ആകും ഈ സിനിമ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രേക്ഷക എന്നുള്ള രീതിക്കുള്ള എന്റെ പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ മുകളിലുള്ള ഒരു പ്രശ്നമാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കംബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളിക്കാരന്റെ ഇമേജ് പിന്നെയും കളഞ്ഞു കുളിച്ചു, അല്ലാണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രധാന പ്രശ്നം കഥ എവിടുന്നോ തുടങ്ങി കഥ എവിടെയോ അവസാനിക്കുന്നു. ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ജോജുക്ക് ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്, പുള്ളിക്ക് മറ്റേ അപ്പൻ ക്യാരക്ടറാണ്. ഈ അപ്പൻ എന്നൊക്കെ വിളിച്ച് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒന്നും അല്ലാണ്ടാക്കി തീർത്ത ആ ക്യാരക്ടറിനൊക്കെ അത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഈ ജോജുവിന്റെ ഭാഗമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇവർക്ക് പറയുന്ന ഒരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് മാത്രമായിട്ട് പറയാൻ ട്രൈ ചെയ്യായിരുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു പൊളിറ്റിക്സ് ഒരു മൂവിക്കകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സ് പറയാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ് ചേർക്കണം, പ്രണയം ചേർക്കണം, എല്ലാം ചേർക്കണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ ട്രൈ ചെയ്യുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ കാർത്തിക് സുബ്ബരാജിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ അധികൃതരായിട്ടുള്ള മനുഷ്യരെ സഹായിക്കുന്ന നമ്മുടെ നായകൻ, ഈ ഒരു നായക കഥാപാത്രമാണ് സൂര്യ എന്ന് പറയുന്നത്. ഒരു രക്ഷകൻ കഥാപാത്രമാണ്, അതല്ലെങ്കിൽ ഒരു അവതാര പിറവി എന്നൊക്കെ പറയാൻ പറ്റും. ഈ തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു സ്ഥിരം ചേരുവയാണല്ലോ ഈ അവതാര പിറവിയായിട്ട് വരുന്ന ഒരു നായകൻ രക്ഷകനായിരിക്കും. അയാൾ അധികൃതരുടെ മുൻപിലേക്ക് രക്ഷകനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാവരും ചേർന്ന്, ഈ അധികൃതരെല്ലാവരും ചേർന്നിട്ട് ഈ രക്ഷകന്റെ മുമ്പിൽ നിന്നിട്ട് കൈ കൂപ്പും. എനിക്ക് ഈ സാധനമാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. എത്ര തമിഴ് സിനിമകളിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അതേ സാധനം എവിടെയും വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി വിജയ് ചെയ്യേണ്ട സിനിമയായിരുന്നു. രക്ഷകനായിട്ടുള്ള നായകൻ പുള്ളിക്കാരനായിരുന്നു ചേരുക. പക്ഷേ നമ്മുടെ സൂര്യയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ രക്ഷകൻ നായകൻ വരുന്നു, തമിഴ് സിനിമകളുടെ പതിവ് ശൈലി പിന്തുടർന്നുകൊണ്ട് അവരെ രക്ഷിക്കുന്നു, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. ഈ അധികൃതരും അവരുടെ കഷ്ടതകളും കാര്യങ്ങളൊക്കെ പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബ്രില്യൻസ് ഒക്കെ കാണിക്കാൻ ട്രൈ ചെയ്തിട്ട് ബുദ്ധ, ലോഫിംഗ് ബുദ്ധ, അത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. തിരക്കഥ മൊത്തത്തിൽ പാളിക്കഴിഞ്ഞാൽ, കുറെ അതും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് ഒന്നും കിട്ടില്ല. അത് പ്രേക്ഷകരുടെ മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ തിരക്കഥയുടെ മിസ്റ്റേക്ക് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് കുറെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇതിനകത്ത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമുണ്ട്. ഇതിന്റെ ഒരു ഷോട്ടാണ്, സിംഗിൾ ഷോട്ട്, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഷോട്ടാണ്. ആ സിംഗിൾ ഷോട്ട് ഇവർ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സംഭവമാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിംഗിൾ ഷോട്ട് അല്ല. ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആ സിംഗിൾ ഷോട്ടിന്റെ ഇടയിൽ ഇമോഷണൽ സംഭവം വരുന്നുണ്ട്, പാട്ട് വരുന്നുണ്ട്, ഡാൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈറ്റ് വരുന്നുണ്ട്, വയലൻസ് വരുന്നുണ്ട്, എല്ലാം ചേർന്നിട്ട് ലെങ്തി ആയിട്ടുള്ള സംഭവം. അത് അത്രയും ജനങ്ങളുടെ ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയിലൂടെ ഈ സംഭവം എസ്പെഷ്യലി ഫൈറ്റ് ഒക്കെ ചെയ്തു എന്ന് വെച്ചാൽ അത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളതും അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് വാരണവായിരം സിനിമയിൽ നമ്മുടെ ഒരു പാട്ടില്ലേ, അവൻ മറ്റേ നമ്മുടെ സൂര്യ ചെയ്യുന്ന ക്യാരക്ടർ മറ്റേ പ്രണയ നൈരാശ്യൊക്കെ മൂത്തിട്ട് കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടില്ലേ, അതിന്റെ ബാക്കി പോലെ ജയിലിനകത്ത് കിടന്നിട്ട് പുള്ളിക്കാരന് ഇങ്ങനെ ആ സ്റ്റൈലിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സൈഡ്. മറ്റൊരു സൈഡ് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പ്രണയമാണ്. ഈ സിനിമ ശരിക്കും ഇവർ കാണിച്ചിരിക്കുന്നത് പല പല ചാപ്റ്ററുകളായിട്ടാണ്. അതായത് ലവ്, അതേപോലെ തന്നെ ധർമ്മം, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഓരോരോ രീതിക്കാണ് പറയാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ കഥ എന്നല്ല, 93 കഥയാണ്, 60കളിലെ കഥയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടം പോലും മേക്കിങ്ങിൽ ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് കാണുമ്പോൾ ആ കാലഘട്ടമാണെന്നുള്ള ഒരു ഫീൽ ഒന്നും വരുന്നില്ല. ഇപ്പോ ഉള്ളൊരു കാലഘട്ടത്തിൽ സിനിമ കാണുന്ന പോലെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് കഥ പറയുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തന്നെ സ്വയം ഓർക്കണം, ഇത് ആ കാലഘട്ടമാണല്ലോ എന്ന്. എന്തായാലും അങ്ങനെയുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന സമയത്ത് ഇതിനകത്ത് പ്രണയത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇത്രയും ഒരു തരം താഴ്ന്നൊരു പ്രണയം, അല്ലെങ്കിൽ ഇത്രയും ഒരു കണക്ട് ചെയ്യാൻ പറ്റണ്ടേ ഓഡിയൻസിന്?
ഇങ്ങനത്തെ ഒരു പ്രണയം ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടിട്ടില്ല. വളരെ തരം താഴ്ന്നൊരു പ്രണയം. നായകൻ കാണുന്നു, നായിക കാണുന്നു, തമ്മിൽ കണ്ട് പണ്ടത്തെ ഓർമ്മകളായി വർക്കുമ്പോഴേക്കും രണ്ടുപേർക്കും പ്രണയം സംഭവിച്ചു. അവിടെ സമയം കാര്യങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് പ്രണയം സംഭവിക്കുന്നു. അതും ഈ പ്രണയത്തിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ നായകന്റെ ഒരു മാസ സംഭവമുണ്ട്. ഷർട്ട് കൂരിയിട്ട് ആ ഒരു മറ്റേ 6 പാക്ക് ബോഡിക്ക് കാണിച്ചിട്ടുള്ള സംഭവമൊക്കെ തിയേറ്ററിനകത്ത് എന്തൊരു പരിഹാസമാണെന്ന് അറിയാം ഇതൊക്കെ കാണുന്ന സമയത്ത്. എന്നിട്ട് ഒരു ഡെപ്തുമില്ലാത്ത പ്രണയം പറഞ്ഞിട്ട് വേണം ഇവർക്ക് ഈ പറഞ്ഞ അധികൃതരായിട്ടുള്ള മനുഷ്യരിലേക്ക് എത്താൻ. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എത്ര ടൈമാ വേസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഓഡിയൻസിന് സമയമല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃഷ്ണനെയാണ് ഇതിൽ പ്രതിരൂപമാക്കി വെച്ചിരിക്കുന്നത് ഈ കഥയുടെ മൊത്തത്തിലുള്ള. അപ്പൊ സണ്ട ചെയ്വത് ധർമ്മം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെയൊക്കെ നമ്മൾ ഒരു സൂചകമായിട്ട് കാണിച്ചിട്ട് കഥ പറഞ്ഞു പോവാണ്. എന്തൊക്കെയോ കഥ പറഞ്ഞു, ഏതൊക്കെയോ കഥ പറഞ്ഞു, കഥയ്ക്കൊന്നും തലയും വാലൊന്നുമില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് സിനിമ അങ്ങനെ ഓക്കെ അവസാനിപ്പിച്ചു. ഇനിയിപ്പോ അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം സൂര്യയുടെ പെർഫോമൻസ്, സൂര്യ ചില സമയത്ത് നൈസായിട്ട് തോന്നി. പക്ഷെ ഞാൻ ആലോചിക്കും, ഇതുപോലെ കഥയില്ലാത്ത ഒരു തേങ്ങയോ ഇല്ലാത്തൊരു സിനിമയ്ക്കകത്ത് ഇയാൾക്ക് എങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുന്നത്? ഇയാൾക്ക് സെയിം ഒരു മടുപ്പ് തോന്നില്ലേ? പല സംഭവങ്ങൾ കാണുമ്പോൾ ഒരു ആത്മാർത്ഥത കുറവ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാണ്. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടൻ, പുള്ളിക്കാരന് ഈ ഒരു ചെറിയ സാധനമോ അല്ലെങ്കിൽ ഇതുപോലെ തട്ടുപൊഴുപ്പ് സംഭവങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. സോ പുള്ളിക്കാരന്റെ പല സംഭവങ്ങളും പലപ്പോഴും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രണയം കാണിക്കുമ്പോൾ നമ്മൾ സൂര്യയെ കണ്ടിട്ട് കാണുന്ന പെമ്പിള്ളേര് പോലും മയങ്ങി വീഴുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിനകത്ത് സൂര്യ പ്രണയം കാണിക്കുമ്പോൾ എന്ത് പ്രണയം, ചുമ്മാ. പിന്നെ സൂര്യ ചെയ്യുന്ന ക്യാരക്ടർ ചിരിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ ചിരിക്കാൻ അറിയില്ല. ഇത് പുള്ളി ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഭയങ്കര പുള്ളി ട്രൈ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. എനിക്കിത് കണ്ടപ്പോൾ തോന്നി നമ്മുടെ ദിലീപ് നായകനായിട്ടുള്ള മുല്ല എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ദിലീപിന്റെ ആ ഒരു ക്യാരക്ടറിന് പ്രശ്നമുണ്ട്, ചിരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ ആ ക്യാരക്ടർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് സൂര്യ ചെയ്തതിനേക്കാൾ എത്രയോ അടിപൊളിയായിട്ട് ദിലീപ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സൂര്യ ചുണ്ട് പിടിച്ചു വലിക്കുന്നു, ഫേസ് പിടിച്ചു വലിക്കുന്നു, അങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു. പക്ഷെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്ന സംഭവമില്ല. അയാൾ കാണിക്കുന്ന പ്രവൃത്തിയിൽ നമുക്ക് ഫീൽ ചെയ്യണം. ഈ ദിലീപ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സൂര്യയുടെ പല സംഭവങ്ങളും ഒരുപാട് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ പുള്ളി നൈസായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പ്രശ്നമായത് കാരണം തന്നെ ഈ ക്യാരക്ടർ മുമ്പോട്ട് പോകും തോറും എവിടേക്കോ എന്തൊക്കെയോ ആ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോർജ് ജോർജിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്നും ചെയ്യാത്ത ക്യാരക്ടർ. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഈ ഇതാണ് പുള്ളി ചെയ്തെന്ന് തോന്നിപ്പോവും. പക്ഷെ ജയറാമാണ് ഏറ്റവും അടിപൊളിയായിട്ട് തിയേറ്റർ തൂക്കിയെടുത്തിട്ടുള്ളത്. ജയറാമിന് നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. ജയറാമിന്റെ ആ ഒരു കോമഡി സംഭവം നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പോലും പ്രേക്ഷകർക്ക് പലപ്പോഴും ഇച്ചിരി ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ക്ലൈമാക്സിൽ അവർ കുറച്ചെങ്കിലും ആസ്വദിച്ച സംഭവം ഈ ജയറാമിന്റെ കോമഡി മാത്രമാണ്. സിനിമയിലെ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ നല്ല രീതിക്ക് ചെയ്ത ക്യാരക്ടർ വർക്കായിട്ടുള്ളത് ജയറാമിന്റെ ആണ്. പിന്നെ നാസർ വില്ലനായിട്ട് വരുന്നുണ്ട്, പ്രകാശ് രാജ് വരുന്നുണ്ട്. പുള്ളിക്ക് ചുമ്മാ അങ്ങനെയൊക്കെ വന്ന് പോകുന്ന റോളുള്ളൂ. പിന്നെ നമ്മുടെ രമ്യ സുരേഷ് ഇതിനകത്ത് സ്ഥിരം വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി എവിടെ പോയാലും ഒന്നെങ്കിൽ പാവപ്പെട്ട സ്ത്രീ, അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ഏതെങ്കിലും മതകൃത വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീ, അങ്ങനെയുള്ള സ്ഥിരം കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു നടി ഈ കാലഘട്ടത്തിൽ വേറെ ഉണ്ടാവില്ല. ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും തന്നെ ഇവർക്ക് സ്വയം ഒരു മടുപ്പ് തോന്നില്ല ഇങ്ങനെ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ നമ്മുടെ സ്വാസിക ഉണ്ട്. ഇതിനകത്ത് കുറെ മലയാള ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ സ്വാസിക ഉണ്ട്. പുള്ളിക്കാരി പിന്നെ എവിടെ പോയാലും സ്വാസിക തന്നെയാണ്. പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ മലയാളത്തിൽ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ സ്വാസികയായിട്ട് സ്ക്രീനിൽ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ സുജിത് ശങ്കർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ കോമഡിക്ക് നല്ല രീതിക്ക് അത് വർക്കായിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് മൊത്തം ആർട്ടിസ്റ്റുകൾ നോക്കുന്ന സമയത്ത് അവരൊക്കെ പലരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുൻപിട്ട് നിൽക്കുന്നത് നമ്മുടെ ജയറാം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ മുരുകവേൽ, സന്ദീപ് രാജ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ശ്രേയസ് കൃഷ്ണയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൺവേ ആകുന്നില്ല എന്നുള്ളതാണ്. കാലഘട്ടം കാണിക്കുന്നുവെങ്കിലും അത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത് ആ ഒരു കാലഘട്ടമാണെന്ന് തോന്നണ്ടേ, അത് തോന്നുന്നില്ല. ഫ്രെയിമുകളിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഈ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. സോ എനിക്ക് ആ കാലഘട്ടത്തിനോടൊപ്പം അല്ല ഈ സിനിമയിൽ സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഷെഫീഖ് മുഹമ്മദ് അലിയാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവി ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നായകനായിട്ടുള്ള സൂര്യയെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് മാസ് കാണിക്കണം, ഇമോഷണൽ സൈഡ് കാണിക്കണം, റൊമാൻസ് കാണിക്കണം, എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോഴേക്കും സിനിമ ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. സോ എനിക്ക് ഇതിന്റെ എഡിറ്റിംഗ് പോലും എനിക്ക് പേഴ്സണലി എനിക്ക് വർക്ക് ആവുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഒരു മൂവിയുടെ ആ ഒരു ഉദ്ദേശിച്ച തരത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പോവാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ സിനിമയിൽ കുറച്ചെങ്കിലും പറയാനുള്ളത് ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. അതും
എടുത്തു പറയേണ്ട സംഭവമാണ് ഈ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ വരുന്ന സമയത്ത് പോലും ഇതിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മുടെ നായകനായിട്ടുള്ള സൂര്യൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. എനിക്കിത് കാണുന്ന സമയത്ത് നമ്മുടെ മായാവിയുടെ കുന്തമുണ്ട്, മായാവി എപ്പോഴും കയ്യിൽ പിടിക്കുന്ന ഒരു സംഭവം, സ്റ്റിക്ക്. ആ സാധനമാണ് എനിക്കിത് കണ്ടപ്പോൾ ഒക്കെ ഓർമ്മ വരുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ ഇരുമ്പ് പോലത്തെ സംഭവമാണ്, അത് വെച്ച് ആളുകൾ അടിക്കുന്ന സമയത്ത് ഇത് ആളുകൾക്ക് ഏൽക്കുന്നില്ല, വല്ല പ്ലാസ്റ്റിക് വെച്ച് അടിക്കും പോലെയാണ്. നായകനായ സൂര്യ വലിയ ഇരുമ്പ് ദണ്ടൊക്കെ വെച്ചിട്ട് ഒരു 10-50 പേര് വന്ന് അടിച്ചു കഴിഞ്ഞാലും ഇയാൾ ഇങ്ങനെ നിൽക്കുക, അതും വലിയ ഇരുമ്പ് ദണ്ടൊക്കെ വെച്ചിട്ട് വല്ല പ്ലാസ്റ്റിക് കൊണ്ട് അടിക്കും പോലെയാണ് നിൽക്കുന്നത്. അതേപോലെ സിനിമയുടെ ക്ലൈമാക്സിൽ ജോർജ് കുറെ ആളുകളെയും കൊണ്ട് വരുന്നുണ്ട്, ഈ തോക്കും ചൂണ്ടി കുറെ ആളുകൾ വരികയാണ്. ഇവന്മാര് വന്നിട്ട് എനിക്ക് അത് കണ്ടപ്പോൾ നമ്മുടെ എന്തിരൻ സിനിമയിലെ റോബോട്ട് ഇല്ലേ, റോബോട്ട് കുറെ നിരന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്ന സംഭവം എവിടെ ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ്. കൊറിയോഗ്രഫി, ആക്ഷൻ കൊറിയോഗ്രഫി നോക്കുമ്പോൾ കുറച്ചെങ്കിലും അവർ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ, അടിക്കാൻ വേണ്ടി വടി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇരുമ്പ് ഒലക്ക കൊണ്ടുവരുമ്പോൾ എന്തായാലും നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഇരുമ്പൊലക്കയാണെന്നും വടിയാണെന്നും. പിന്നെ പലപ്പോഴും പലയിടത്തും ഈ ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്, പല സമയത്തും നമ്മുടെ നായകനെ ഇടിക്കുന്നുവെങ്കിലും ചവിട്ടുന്നുവെങ്കിലും അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽക്കുന്നില്ല. ഭയങ്കര സേഫ് സോൺ കളികളാണ്, ദേഹത്ത് ഏൽക്കാത്ത രീതിക്കുള്ള കളികൾ. ഇങ്ങനത്തെയൊക്കെ എന്ത് സംഭവം എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അത്തരത്തിൽ കുറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സോ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ കഥയാണെങ്കിലും തിരക്കഥയാണെങ്കിലും പല ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സൂര്യ ഇതുപോലെയുള്ള സിനിമകളിൽ വരണം എന്നല്ല പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ സൂര്യയെ പോലെ തന്നെയുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ പുള്ളിക്കാരനെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം കാർത്തിക് സുബ്രാജ് ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ കുറച്ചും കൂടി നല്ല രീതിക്ക്, ജിഗർ തണ്ടൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറല്ലേ, അപ്പൊ കുറച്ചും കൂടി നല്ല രീതിക്ക് സിനിമ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. സോ ആ സിനിമകൾ നോക്കുന്ന സമയത്ത് വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്നത് പോലും അസഹനീയമാണെന്നാണ് പേഴ്സണലി എന്റെ അഭിപ്രായം.